രാമ 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 പാഹി മാം. 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 സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുംഗമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോക ആനനേ ജാനകി നത്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധൃതം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണമാശു പോയി. രത്നാകരം പിന്നെ വന്നൂരു ഗൗതമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടി കടന്നു ലങ്കാപുരം പൊക്കു. വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേനദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൾപ്പതി ചാർത്തരായി വന്നു ദിനരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ച് തനുജനു പക്ഷപുടങ്ങളിലപ്പോളവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലായിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാനനുജനും പക്ഷികൾ ആശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേ നന്ദനായി 3 ദിനം ഇടന്നി
വർഷത്തലുണർന്നൊരു നേരത്തു ആണായിതോ ചിറകും അരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൾ അണ്ടു മഹാമുനി ചൊല്ലിനാനെന്നോടു പണ്ടു അണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലപ്പെട്ടു എത്രയും ശക്തനായൊരു നിന ഇന്നും ദഗ്ധമാവാനെന്തു പക്ഷം പറനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധി ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം ഒരു ശനി ദേഹം നിമിത്തമീ ദുഃഖമറിയനി ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈകൊണ്ടു മോഹദാഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോനഹങ്കാരമോർക്കനി ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോര പിണ്ഡവൽ സദാ തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുമുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനു മായയാ ദേഹോഹമത്യൈവ അർമ്മ അർത്ഥാഹമിത്യാഹന്ത സങ്കൽപ്യ സർവഥാ ജീവനും കർമ്മങ്ങൾ ചെയ്തോ ഫലങ്ങളാൽ ബന്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മഐശ്വര്യം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീ സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം ഉള്ളു വീഴൂ മധോഭുവി പുണ്യമൊടുങ്ങിയാലിന്തു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹ
പരിഹാരസമേതനായി ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരും. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നുരേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനിയോനിയായി വരും. യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാവും. ഏകദിനേന അലർന്നു അലമാമേ ഈ ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുധാരമാം പഞ്ചദിനം കണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്തം ഭവിക്കുമതിന്നതു മാംസാർദ്ധ ആനേന പിന്നെയും മെല്ലവേ മേശീരുധിര പരിപ്ലുതമായി വരുമാശു തസ്യമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമങ്കുലീജാലവും 4 മാസത്തിനാൾ. ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുനഃ ഇഞ്ചന പോലും പിഴയാതെ ദേഹിനാം. കർണശോശ്ചിത്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മോദ്രോപസ്തനാഭിപായുക്തളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ. 8 മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. 9 മാസി വളരും ദിനം പ്രതി അമ്പം ചരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനദിനേ. നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്തരസത്തിനാൽ വർദ്ധതി ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവ കാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവർണ്ണി പ്രദഗ്ധനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങളനുഭവിച്ചേനഹം. പുത്രധരാർത്ഥബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായ ചിത്തിതന്യഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും
എനും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോളിവിടെ ഇടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ ഇൽപ്പോടിനി പുറപ്പെട്ടു കൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാന്വിതം പാല്യമാനോപി മാതാപിതാ എന്മാരാൽ ബാല്യാദിദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യദുഃഖവും സർവവുമോർത്താളമേതും പുരാസഖേ. നിന്നാലനുഭൂതമുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂലസൂക്ഷ്മാദ അദ്ദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമഹന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരം ബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേവം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവി നിർമുക്ത അന്നറിയുന്നേരം മായാവിമോഹമെനുമല്ലാവനും പ്രാരബ്ധ ആത്മവേഗാനുരൂപം ഭൂവി പാരമാർത്ഥ്യമാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചിറ്റു ദുഃഖം മനഃകാപ്പിലുണ്ടാവല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നത്തഞ്ജരേന്ദ്രനെ നിഗ്രഹിച്ചമ്പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡാരണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ഡനായുള്ള ദശാസനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയായ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു നാപത്തിനായി കൊണ്ടുപോമായയാ. ലങ്കയിൽ കൊണ്ടുവിച്ച
ചീടും ദശാന്തരി പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ അപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർ എത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോടു ചൊല്ലി കൊടുക്ക നീ തന്വാങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാഹരനായ മഹാമുനി. വന്നതു ആൺമിൻ ചിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ തന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ അതാപൃതമാഹാത്മ്യമാരാനും ഓർത്താലറിവാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമഹീ മാനസേ മറ്റു തോന്നിയില്ലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു ഇട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യിലർ വണ്ണമെന്നു തന്നെ അടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ അടക്കുന്നിദേവരും. രാമഭാര്യലോ അനാഥനായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾ ഒരിക്കലും സാഗരത്തെ അടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നോ പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാതി വിഹായ സാ